പ്രധാനമായൊരു ദൈവിക ദൂത് ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ പറയാം. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം യാഥാർത്ഥ്യമാക്കി തീർക്കാൻ നിരവധിയായിരിക്കുന്ന ഘടകങ്ങൾ നിങ്ങൾ പോലും അറിയാതെ ഒത്തുചേരാൻ പോവുകയാണ്. അതെ, നിങ്ങൾക്ക് ഇന്ന് പകൽ കർത്താവിൽ നിന്നും നിങ്ങൾ വളരെ കൊതിയോടെ നോക്കിയിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ അത് സാധ്യമാക്കി തീർക്കാൻ വിവിധങ്ങളായ മുഖാന്തരങ്ങൾ തുറന്നു വരികയും വിവിധ ചാലുകൾ ഒന്നു ചേരുകയും വിവിധ വ്യക്തികൾ കരം കോർക്കുകയും ചെയ്യും. ഇതൊരു ചെറിയ കാര്യമല്ല. ഭൂമിയിൽ ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രം തങ്ങളുടെ കൈകളാൽ സാധ്യമാകാത്ത ചില കാര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതിന് ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രം നടക്കുന്നൊരു പരിപാടിയാണ്. അത്തരത്തിലൊരു വലിയ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്നാണ് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് വളരെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ സ്നേഹവന്ദനം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തുവിന് എല്ലാ ആരാധനയും ഞാൻ അർപ്പിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 9 മുതലുള്ളതായ വചനങ്ങൾ. പെസഹ കഴിക്കുവാൻ ഒരുക്കുവീൻ എന്ന് യേശു ശിഷ്യന്മാരോട് പറയുമ്പോൾ ഞങ്ങൾ എവിടെ പോയി ഒരുക്കണമെന്ന് അവർ ചോദിച്ചു. നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കിടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുവീൻ. അവൻ വിരിച്ചൊരുക്കിയോ ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. ഒരു വലിയ ദൈവിക ഇടപെടലാണ് ഇതിനകത്തുണ്ടാകുന്നത്. യേശുവിന് തൻ്റെ ശിഷ്യന്മാരുമായി പെസഹ അല്ലെങ്കിൽ അന്ത്യത്താഴം, അതിനോട് ചേർന്നുള്ള അന്ത്യത്താഴം നടത്തുവാൻ ഒരു ഇടം വേണം. കർത്താവിന് സ്വന്തമായിട്ട് അന്നേരം ഇടമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എവിടെയാണ് ഇന്ന് ലോകത്തിലെ യൂതന്മാരെല്ലാം പെസഹ ആചരിക്കുമ്പോൾ നമ്മൾ പെസഹ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നതെന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്. അന്നേരം കർത്താവ് പറയുകയാണ്, ഒരിടം ഒരുങ്ങിയിട്ടുണ്ട്, ഒരുങ്ങി വരും, വിരിച്ചൊരുക്കിയ വൻമാളിക കാണിച്ചു തരത്തക്ക വിധം നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടൊരു പുരുഷൻ നിങ്ങൾക്കെതിരെ വരും. അതാണ് അടയാളം. അദ്ദേഹം പോകുന്ന വീട്ടിലേക്ക് പോയിക്കൊള്ളണം. ആ വീട്ടിലെ ഉടമസ്ഥനോട് ചോദിക്കണം. ഗുരു ചോദിക്കുകയാണ്, എവിടെയാണ് എൻ്റെ ശിഷ്യന്മാരുമായി ഞാൻ അത്താഴം കഴിക്കേണ്ടത്? അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ചില അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടും. ഇത്തരത്തിൽ നിന്റെ കാര്യം നടപ്പിലാക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട ചില നിമിത്തങ്ങൾ എന്ന പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കായി വരാൻ പോകുന്നു. ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ അപ്രതീക്ഷിതമായി കാലാവസ്ഥ മാറുന്നു, അന്തരീക്ഷം തിരിയുന്നു, ദൈവത്താൽ ഒരുക്കപ്പെടുന്ന ചേരുവകകൾ ജീവിതത്തിലേക്ക് വരുന്നു. അത് വ്യക്തികളുടെ രൂപത്തിൽ, ഫോൺ കോളുകളുടെ രൂപത്തിൽ, സാമ്പത്തിക ഒരുക്കങ്ങളുടെ രൂപത്തിൽ, നിയമസഹായങ്ങളുടെ രൂപത്തിൽ, നിങ്ങൾക്ക് വേണ്ടി ഒരു ജോലി തരുന്ന, ഒരു വാതിൽ തുറക്കുന്ന, റെക്കമെൻഡ് ചെയ്യുന്ന വിവിധ നിലകളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായി വരാൻ പോകുകയാണ്. ഈ വാഗ്ദാനം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചോളുക. 2, വെറുതെ ഒരു സ്ഥലമല്ല, വിരിച്ചൊരുക്കിയ മാളിക കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ ഫെസിലിറ്റി തന്നെ ഓപ്പൺ ആകാൻ പോവുകയാണ്. നിസ്സാരപ്പെട്ടതല്ല. ദൈവം ഇടപെടുമ്പോൾ നമുക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളോടും കൂടെ ഒരുക്കപ്പെട്ടത് തന്നെയാണ് പരിശുദ്ധാത്മാവ് രംഗത്ത് കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ നിർവാഹമില്ലാതിരിക്കുന്ന, എല്ലാം പുറമേ ഉള്ളപ്പോഴും ഇപ്പോഴൊരു ചുവട് വെക്കാൻ വയ്യാതെ സ്റ്റക്കായിരിക്കുന്ന ചില ഹൃദയങ്ങളെ നോക്കിക്കൊണ്ട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ, നിങ്ങളുടെ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ദൈവത്താൽ ഒരുക്കപ്പെടുന്ന ഇത്തരത്തിലുള്ളൊരു ഇടപാട് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നടക്കും എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് കാണാൻ പോകുന്ന വ്യക്തികളും ഇന്ന് നിങ്ങൾക്ക് വരുന്ന ഫോൺ കോളുകളും നിസ്സാരമാണെന്ന് കരുതരുത്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ, നിങ്ങളെ ഉയർത്തുവാൻ ദൈവം കൊണ്ടുവരുന്ന ഈ വിരിച്ചൊരുക്കിയ മാളികയുടെ ഇന്നത്തെ രൂപമാണ്. ഒരുക്കപ്പെട്ടതിലേക്ക് നിങ്ങളെ കരം പിടിച്ച് നടത്താൻ കർത്താവ് ഒരുക്കുന്ന സന്നാഹങ്ങൾ രംഗത്ത് വരും. ഞങ്ങളുടെ കർത്താവേ, ഈ വചനത്തെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. സഹായങ്ങൾ വരുമെന്നും ഒരുക്കപ്പെട്ടത് ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുമെന്നും പറഞ്ഞു തന്ന ദൈവിക ദൂതനെ മുറുകെ പിടിച്ച് പരിശുദ്ധ ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങൾക്കൊരു പുതിയ നവീകരണവും വിടുതലുമായി തീർന്നിരിക്കുകയാണ്. സ്തോത്രം. അങ്ങയുടെ മക്കൾ ലോകത്തിലെ നാനാഭാഗങ്ങളിൽ ഈ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് വലിയ വിജയത്തിനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഇന്നു പകൽ ചില മാറ്റങ്ങൾ, പുതിയ ചില വാതായനങ്ങൾ ഇവർക്ക് തുറന്നു വരട്ടെ.
ഇവർക്കിനി വരാൻ പോകുന്ന ഇന്നത്തെ മെയിലുകളും ഫോൺ കോളുകളും ഇവരോട് സംസാരിക്കാൻ പോകുന്ന വ്യക്തികളും ഈ അദൃശ്യ സഹായത്തിൻ്റെ വിത്തുമായി വരുന്നവരാകയാൽ സ്തോത്രം. ദൈവം ഒരുക്കുന്ന വ്യക്തികൾ കടന്നു വരുന്നു. വെള്ളം കുടം ചുമന്നുകൊണ്ടുവന്ന പുരുഷൻ അടയാളമായതുപോലെ ഇവരുടെ കൺമുമ്പിൽ വരുന്ന ചില വ്യക്തികൾ ഇന്നിവർക്ക് സഹായത്തിനുള്ള അടയാളങ്ങളായി, മുഖാന്തിരങ്ങളായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രൂപപ്പെടുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, വലിയ വിശ്വാസത്തോടെ പ്രതീക്ഷ അറ്റുപോയ ജീവിതത്തിൽ ധൈര്യം പ്രാപിച്ച് അങ്ങയുടെ മക്കൾ ഇന്ന് മുൻപോട്ടേക്ക് പോകട്ടെ. ധന്യനായ കർത്താവായി അങ്ങയുടെ വൻ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരുപാട് കൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും, അതായത് 30, 31 ഫെബ്രുവരി 1 തീയതികളിൽ നമ്മളുടെ കോട്ടയത്തെ IMA ഹാളിൽ വെച്ച് നമ്മളുടെ ഇത്തവണത്തെ ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സീസൺ 5 എന്ന അനുഗ്രഹീതമായ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ്. നിങ്ങൾ വന്നാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, വിടുവിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് കുടുംബമായി വരിക. ആ സെക്ഷനുകളിൽ ഒന്ന് പ്രാർത്ഥനാപൂർവ്വം പങ്കുചേരുക. കഴിഞ്ഞ 4 സെക്ഷനുകളിൽ അല്ലെങ്കിൽ 4 മീറ്റിങ്ങുകളിൽ വന്നവർക്കെല്ലാം വലിയ മാറ്റങ്ങളും വിടുതലുകളുമാണ് ദൈവകൃപയാൽ അനുഭവിപ്പാൻ കഴിഞ്ഞത്. നിങ്ങളെ ഈ 5-ാം മാസത്തിലെ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ യേശുവിൻ നാമത്തിൽ, 5-ാം മാസം തെറ്റിദ്ധരിക്കരുത്, ജനുവരി മാസം, ഇത് 1-ാം മാസമാണ്. പക്ഷേ തുടർമാനമായി നടക്കുന്ന ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ 5-ാം സീസണാണ് അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.